ഹലോ ഗൈസ്, ഹായ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മുടെ സ്കൂളൊക്കെ തുറന്ന് നമ്മൾ പഠനത്തിൻ്റെ ഇതിലേക്ക് ആയല്ലേ. ഇപ്പം 2 ആഴ്ചയാകാൻ പോകുന്നു. അപ്പോഴത്തേക്കും നമുക്ക് സ്കൂളിലുള്ള ടൈം ടേബിളുകളും പിന്നെ ടെക്സ്റ്റ് ബുക്കുകളും എല്ലാം കിട്ടിയിട്ടുണ്ടാവും. അപ്പം അത് വെച്ച് നമുക്കൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ളൊരു സ്ഥലം, നല്ല വൃത്തിയുള്ളൊരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം പഠിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിലുള്ള ടൈം ടേബിൾ ഉണ്ടല്ലോ, അതനുസരിച്ച് നമ്മളൊരു ടൈം ടേബിൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കണം. നമ്മൾ വന്നു കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ നമ്മൾ പഠിക്കാനിരുന്നു. അത് മുതൽ അരമണിക്കൂർ വീതം ഓരോ വിഷയത്തിനും കൊടുത്തുകൊണ്ടുള്ള ഒരു ടൈം ടേബിൾ, സ്കൂളിലെ ഓരോ ദിവസത്തെ ടൈം ടേബിൾ അനുസരിച്ച് നമ്മളൊരു ടൈം ടേബിൾ നമ്മൾ തയ്യാറാക്കണം. ആ ടൈം ടേബിൾ അനുസരിച്ചായിരിക്കണം നമ്മുടെ പഠനം. ഈ അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കണം. എന്നാലും നമ്മൾ ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞു, അതൊന്ന് നമുക്കൊരു കുറച്ച് സമയം നമുക്ക് വേണം നമ്മുടെ ബ്രെയിനിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ. അപ്പം പെട്ടെന്ന് തന്നെ എടുത്ത വിഷയം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പം ഫസ്റ്റ് നമ്മൾ ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞു, അത് ഒരു അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞിട്ട് 5 മിനിറ്റ് നമ്മൾ അതിന് റെസ്റ്റ് കൊടുക്കണം. ഈ അരമണിക്കൂർ സമയം നമ്മൾ എടുക്കുന്നതിൽ ഇന്നെടുത്ത വിഷയം പഠിക്കാൻ ഒരു 20 മിനിറ്റും ബാക്കി വരുന്ന 10 മിനിറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ച വിഷയങ്ങൾ നമുക്ക് റിവൈസ് ചെയ്യാൻ. അതായത് ഓരോ ദിവസം പഠിക്കുന്ന അന്ന് നമ്മൾ പഠിക്കുക, അത് പിറ്റേ ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. അപ്പം നമുക്കത് കുറച്ചും കൂടെ നമ്മുടെ മെമ്മറിയിലേക്ക് ഡീപ്പായിട്ട് നമുക്ക് ഓർമ്മ കിട്ടും. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്കത് നല്ലപോലെ കഴിഞ്ഞതിന് മുമ്പ് നമ്മൾ തിങ്കളാഴ്ച എടുത്തത് വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ വെറുതെ ബൈ ഹാർട്ട് പഠിച്ചാൽ പോരാ, പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ കൂടെ മനസ്സിലാക്കണം. ഓരോന്നിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി നമ്മളത് പഠിക്കണം. അപ്പം നമുക്കത് കൂടുതൽ നമ്മുടെ ഇതിലേക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ പിന്നെ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ എഴുതി പഠിക്കുക. കാരണം എഴുതി പഠിക്കുമ്പോൾ നമ്മൾ എഴുതുകയും ചെയ്യുന്നുണ്ട്, അതിനിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ എഴുതുക. അപ്പോൾ നമുക്കത് കൂടുതൽ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ആവാൻ സഹായകമാകും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ ഒരാഴ്ച പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ക്രമമായിട്ട് പഠിച്ചു. അത് നമ്മൾ ശനി ഞായർ നമുക്ക് ലീവ് കിട്ടുന്ന ദിവസം നമ്മൾ എന്ത് ചെയ്യണം, അത് വീണ്ടും റിവൈസ് ചെയ്യണം. കാരണം നമ്മൾ ഒരു കാര്യം നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്കത് നമ്മുടെ മെമ്മറിയിൽ അത് പതിഞ്ഞ് അവിടെ സ്റ്റോർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പരീക്ഷയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്കത് എഴുതാനും ഓർത്തിരിക്കാനും സാധിക്കും. പരീക്ഷയുടെ സമയത്ത് നമ്മൾ കൂടുതൽ ടെൻഷൻ അടിച്ച് അയ്യോ പഠിച്ചില്ല, അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മറച്ചു പോയി ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതിയാവും. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ചെറിയ കുറിപ്പുകളൊക്കെ ആയിട്ട് എഴുതി വെക്കുക. നമുക്ക് ചെറിയ ഷോർട്ട് ആക്കിയിട്ട് ചെറിയ പോയിൻ്റായിട്ട് നമ്മൾ എഴുതി വെച്ച് പഠിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ ഈ പഠനവേളകളിൽ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മളൊരു അരമണിക്കൂർ ഫോണൊക്കെ കാണാം. പഠനവേളകളിൽ പൂർണ്ണമായിട്ട് നമ്മൾ ഫോണിനെ അവോയ്ഡ് ചെയ്യുക. കാരണം പഠിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു മടുപ്പുളവാക്കുന്നൊരു സംഭവമാണ്. അപ്പം ആ സ്ഥാനത്ത് മറ്റേ റീൽസും അങ്ങനെ ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഹാപ്പിനെസ് ആവും. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകണം, ഇതിനെ കൂടുതൽ നമുക്ക് ഒഴിവാക്കാം, അത് കാണാം എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരും. അതുകൊണ്ട് പഠനവേളകളിൽ നമ്മൾ പഠിക്കാനുള്ള സമയം നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കി നമ്മൾ പഠിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫോൺ നമ്മൾ യൂസ് ചെയ്യരുത്. ഫോൺ അങ്ങോട്ട് മാറ്റി വെക്കുക. പഠിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മൾ ഫോണൊന്ന് കണ്ടോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. പഠനം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോൺ കാണാൻ പാടില്ല, അത് അവോയ്ഡ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കുട്ടികളും തന്നെ ചെയ്യുന്നൊരു പ്രധാന കാരണമായിരിക്കും എന്താണെന്നറിയാവോ, വിഷമമുള്ള വിഷയം. അതായത് ഇപ്പോൾ എനിക്ക് മാത്സാണ് വിഷമമെങ്കിൽ ഞാൻ മാത്സ് എന്ത് ചെയ്യും, അവിടെ മാറ്റി വെക്കും. അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ അതവിടെ മാറ്റി വെക്കും. എനിക്ക് എളുപ്പമുള്ള വിഷയം ഞാൻ വേഗം എടുത്ത് പഠിക്കും. പക്ഷേ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് വിഷമമുള്ള വിഷയം നമ്മൾ ആദ്യം പഠിക്കണം. വിഷമമുള്ള വിഷയം നമ്മൾ ആദ്യം എടുത്ത് അത് പഠിക്കുക. കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പഠിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് മടുപ്പാവും, നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അപ്പം നമ്മൾ വിഷമമുള്ള വിഷയം എടുത്താൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വിഷമമുള്ള വിഷയം നമ്മൾ ഫസ്റ്റ് എടുത്ത് പഠിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ മെത്തേഡെല്ലാം ഞാൻ എൻ്റെ മോളിൽ പരീക്ഷിച്ചിട്ടാട്ടോ നിങ്ങളോട് പറയുന്നത്. അപ്പം അവളിങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പഠനം കുറച്ച്
നമുക്ക് ആദ്യം കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഞാൻ അവൾ പറഞ്ഞു കൊടുത്ത് അവൾ ആ മെത്തേഡ് പഠിച്ചു തുടങ്ങിയപ്പം അവൾക്ക് കുറേ മാറ്റങ്ങളായി. അവൾ നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പം ഞാൻ ഓർത്ത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യണം, നല്ലൊരു റൂം തിരഞ്ഞെടുക്കുക, പിന്നെ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക, പിന്നെ നമ്മൾ ഇന്ന് പഠിപ്പിച്ച കാര്യം ഇന്ന് തന്നെ പഠിക്കുക. ഇനി തിങ്കൾ പഠിച്ച കാര്യം ചൊവ്വ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തൊന്ന് വായിക്കുക. അങ്ങനെ നമ്മൾ നല്ല ഒരു പ്ലാനിങ്ങോടുകൂടി നമ്മൾ പഠിക്കാനായി നമുക്ക് പഠനം വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് നമുക്ക് തോന്നും. അപ്പം നമുക്ക് കൂടുതൽ വിജയം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു കേട്ടോ. നമുക്ക് പല പിള്ളേർക്കും പറ്റുന്നൊരു അബദ്ധമാണ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നൊന്നും മനസ്സിലാവില്ല. അപ്പം നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ എക്സാം ആവുന്നതിന് മുമ്പ് നമ്മൾ പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളില്ലേ അതൊന്ന് നമ്മൾ പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്ത് മനസ്സിലാക്കാൻ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണോ എന്നുള്ളത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മളൊന്ന് ആ പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ് വരുന്നത്, അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും അതിനെക്കുറിച്ച്. അപ്പം നമുക്ക് പരീക്ഷ പേപ്പറിൽ ഇത് ക്വസ്റ്റ്യൻ കാണും, ഇന്ന രീതിയിലാണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്കതങ്ങനെ കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊന്ന് പഠിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.